നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ലിജോ, എത്ര മണിയോടെ അവിടെ എത്തും എന്നറിയില്ല, എങ്കിലും അവിടെ മൃതദേഹം എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടോ? പാട്ടൺ ഹില്ലിലെ VSന്റെ വെലിക്കകത്ത് വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും നേരത്തെ തന്നെ ഒത്തിരി ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പൊതുദർശനം എന്നുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊന്നുമില്ല. പക്ഷേ അടുത്ത വീടിന് ചുറ്റുമുള്ള ആളുകൾ, ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. VSമായി ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീസർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുറേയധികം ആളുകൾ നേരത്തെ തന്നെ VSനോട് ഏറ്റവും അടുത്ത് അറിയുന്ന, VSയുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഇവിടേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട്. അത് വളരെ അടുത്താണ് ഈ പാട്ടൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലേക്ക് ഇവിടേക്ക് എത്താനും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കുമെന്ന് പറയുന്നു. നാളെ രാവിലെ 8 മണി വരെ ആയിരിക്കും VS ഏറെക്കാലം താമസിച്ച, VSന് ഒത്തിരി ഓർമ്മകളുള്ള ഈ വെലിക്കകത്ത് വീട്ടിൽ ഉണ്ടാവുക. അപ്പോൾ VSനോട് 8 വർഷക്കാലം പല സമയത്തായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട അവസരം ലഭിച്ചിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു അവർ ഓർമ്മകളൊക്കെ? ഇല്ല, VSനെ സംബന്ധിച്ചിടത്തോളം VS നമ്മളൊരു നവമാധ്യമ കൂട്ടായ്മയാണ്. നവമാധ്യമ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 9-10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് VS നവമാധ്യമ കൂട്ടായ്മ എന്നാണ് പേര്. സ്വാഭാവികമായിട്ടും VSനെ സംബന്ധിച്ചിടത്തോളം VS ഞങ്ങൾ എല്ലാ വർഷവും, ഈ വർഷം ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് വരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ വീട്ടിൻ്റെ മുന്നിൽ വന്ന് പിറന്നാൾ ആഘോഷം നടത്തിയിട്ട് പോയി. നിങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ മാധ്യമങ്ങളും കവർ ചെയ്ത വിഷയമാണ്. കൃത്യമായി VSന്റെ 101-ാം പിറന്നാൾ ഞങ്ങൾ ഇവിടെ വെച്ച് കൃത്യമായി ആഘോഷിച്ച് മധുരം പങ്കിട്ട് കേക്ക്, അന്ന് VSന്റെ സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ, അന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അമ്മയുടെ മുമ്പിലാണ്, അരുണേട്ടനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി VSനെ കാണിച്ചു തരാനുള്ള സാഹചര്യത്തിലല്ല. എന്നാൽ പോലും VSനെ കാണാതെ തന്നെ ഞങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നും VSന്റെ ഭാഗത്തു നിന്നുകൊണ്ട് കേക്ക് കട്ട് ചെയ്യും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്തു നിന്നില്ല. ഇതറിഞ്ഞിട്ട് ദൂരെയൊക്കെ പലരും ബാംഗ്ലൂരൊക്കെ ഉള്ള ആളുകൾ, ബാംഗ്ലൂരുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എല്ലാവരും ട്രെയിനിലും ഇന്ന് ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഫ്ലൈറ്റൊക്കെ പെട്ടെന്ന് ചാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ല ഓർമ്മകളായിരിക്കുമല്ലോ എപ്പോഴും. തീർച്ചയായും VSനെ കുറിച്ച് നല്ല ഓർമ്മകളാണ്. VS എന്ന് പറയുന്നത് നമ്മളെ യുവത്വത്തെ സ്വപ്നം കാണാൻ കണ്ടിപ്പിച്ച ആളാണ്. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, VS എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യ, മലയാളികൾ എവിടേക്ക് ഉണ്ടോ അവിടേക്ക് VS എന്ന് പറയുന്ന 2 അക്ഷരം മനുഷ്യൻ്റെ ഹൃദയത്തിനകത്താണുള്ളത്. ഈ സൂര്യൻ അസ്തമിക്കാത്തടത്തോളം കാലം VS ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെ ഉണ്ടാവും. തന്നെയാണ് VSനെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. അതാണ് VSനോടൊപ്പം നവമാധ്യമ കൂട്ടായ്മയെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ജന്മദിനത്തിനും മറ്റുമൊക്കെ ഇവിടെ വന്ന് കാണാനും ഒരുമിച്ച് സമയമൊക്കെ പങ്കിടാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നും, ഒപ്പം തന്നെ ഇന്ത്യക്ക് വിദേശത്ത് നിന്നൊക്കെയുള്ള ആളുകൾ പലരും VSനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ പലരും യാത്രയിലാണ്. എന്തായാലും അധികം വൈകാതെ, അതായത് AKG പഠന കേന്ദ്രത്തിലെ പൊതുദർശനം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഒപ്പം അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടേക്ക് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആളുകൾ പലരും വന്നുകൊണ്ടേക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കും VSനെ കുറിച്ചുള്ള ഇവിടുത്തുകാരനാണ്, അപ്പോൾ VSനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളായിരിക്കുമല്ലോ ഉള്ളതെല്ലാം തന്നെ. തീർച്ചയായിട്ടും നല്ല ഓർമ്മകൾ തന്നെയാണ്. പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസം തന്നെയാണ്. ഒരിക്കലും മറ്റൊരു വാക്കില്ല, പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസം തന്നെയാണ്. നമ്മളിവിടെ ഈ വരുന്ന ആളുകളെല്ലാം, അത് പ്രായഭേദമന്യേ എല്ലാ ആളുകളും VSനെ കാണാൻ വരുന്നത്, അവർക്കെല്ലാം പറയുന്നത് അത് തന്നെയാണ്. അവർക്ക് സ്വപ്നം കാണാനും, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരാളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ആ ഒരു കാണുന്നതിനും VSനെ അവസാനം ഒരു നോക്ക് കാണുന്നതിനും, മാത്രമല്ല രാവിലെ 8 മണി വരെ ഇവിടെ ഉണ്ടാരും. കൂടുതലായിട്ടും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ഇവിടേക്ക് എത്തുകയും VSനെ അവസാനമായി കാണാനുള്ളൊരു ക്രമീകരണം ഒരുക്കി എല്ലാവർക്കും കണ്ടതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. യെസ്, വേലിക്കകത്തെ വീട്ടിലേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തിയിട്ടില്ല. കാരണം അവിടെ പൊതുദർശനമായി തന്നെയൊന്നും നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് പക്ഷേ വൈകുമെന്നത് എന്തായാലും ഉറപ്പാണ്. കാരണം AKG സെന്ററിൽ ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചു വരികയാണ്. അവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. ആളുകളുടെ നീണ്ട നിര തന്നെയാണ് കാണാൻ കഴിയുന്നത്. VSനെ കാണാനായി, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നതിൽ പ്രായഭേദമന്യേ തന്നെ ആളുകളുടെ ഇപ്പോഴും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘം തന്നെയാണ് പുറത്ത് കാത്തിരിക്കുന്നത്. പൊതുദർശനം പുരോഗമിച്ചു വരികയാണ്.